ഈ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളൊരു ദിവസമാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഓരോരുത്തരും എന്തുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു നാഷണൽ ഹൈവേയുടെ ഓരത്ത് ഇങ്ങനെ ഒരു പ്രാർത്ഥന യജ്ഞം അല്ലെങ്കിൽ നിരാഹാര പ്രാർത്ഥന യജ്ഞം നടത്തുന്നത് എന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഒരുപക്ഷെ നമ്മളെ കേൾക്കുന്ന മറ്റ് മതസ്ഥരും അല്ലെങ്കിൽ കത്തോലിക്ക മതവിശ്വാസികളല്ലാത്ത നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളും അവർ ചോദിച്ചേക്കാം, ഈ അച്ഛന്മാർക്ക് വേറെ തൊഴിലില്ലേ? ഈ അന്മാർക്ക് വേറൊരു സ്ഥലവും ഇല്ലേ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സഭയ്ക്കുള്ളിൽ തന്നെ പറയേണ്ട കാര്യങ്ങളല്ലേ? സഭയ്ക്കുള്ളിൽ പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ എന്ന് നിരവധിയായിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. അപ്പോഴാണ് ഈ സഭയുടെ സ്ട്രക്ചർ, ഈ സഭയുടെ ഘടനയെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. കത്തോലിക്ക തിരുസഭ ഇന്ന് ഈ ആധുനിക ലോകത്തിൽ ഏറ്റവും കെട്ടുറപ്പുള്ള ഒരു സംഘടന ബലമുള്ള ഒരു പ്രസ്ഥാനമാണ്. കാരണം അങ്ങ് വത്തിക്കാനിൽ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്നുകൊണ്ട് ഒരു ബുധനാഴ്ച കൂടിക്കാഴ്ചയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു വാക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ഈ അങ്കമാലിയിലെ ഓരോ മുക്കിലും മൂലയിലുമുള്ള വീട്ടിൽ പോലും കേൾക്കപ്പെടുന്ന സംവിധാനമാണ് കത്തോലിക്ക തിരുസഭയുടേത്. മാർപ്പാപ്പ ഇറക്കുന്ന ഒരു ചാക്രിക ലേഖനം, ഒരു അപ്പസ്തോലിക പ്രബോധനം ദിവസങ്ങൾക്കുള്ളിൽ വ്യത്യസ്ത ഭാഷകളിൽ തർജ്ജിമ ചെയ്ത വ്യത്യസ്ത സഭയുടെ രൂപത തലത്തിൽ, ഫൊറോന തലത്തിൽ, ഇടവക തലത്തിൽ അതെല്ലാം കൃത്യമായിട്ട് ആളുകളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ പൊതു സമൂഹത്തിന്റെ മുമ്പിൽ എത്തിക്കുവാനായിട്ടുള്ള ഒരു സംഘടനയുടെ ബലം, സ്ട്രക്ചർ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കത്തോലിക്ക തിരുസഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് ഇത്തരം കാര്യങ്ങൾ പറയുവാനായിട്ടുള്ള ഒരു വേദി ഒരു നാഷണൽ ഹൈവേയുടെ ഓരമാണോ? ബുദ്ധിബോധമുള്ളവർ ചിലപ്പോൾ ചിന്തിക്കാം, അച്ഛന്മാർക്ക് പ്രാന്താണല്ലേ, ഞങ്ങളെ പ്രാന്തന്മാരെന്ന് വിളിക്കാം. അല്ലെങ്കിൽ അന്മായവരെ, നിങ്ങളിവിടെ ഇരിക്കുന്നവരെ ഇന്ന് പലപ്പോഴും പല വേദിയിൽ ഇന്ന് ഞാൻ കേട്ടു, നിങ്ങൾ ഇത് പോകരുത്, ഇത് സഭാവിരുദ്ധ കാര്യമാണ് ഇവിടെ നടക്കുന്നത്, അതുകൊണ്ട് ഈ വേദിയിലൊന്നും വരരുതെന്നൊക്കെ പറഞ്ഞിങ്ങനെ മാർത്തോമ സംഘാംഗങ്ങൾ അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പല കള്ളപ്രചരണങ്ങളും നടത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് നാഷണൽ ഹൈവേയുടെ ഓരത്തെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 7 വർഷമായിട്ട് ഈ അതിരൂപതയിലെ പ്രശ്നങ്ങൾ പറയേണ്ട വേദികൾ ഉണ്ടായിരുന്നു. അത് അതിരൂപതയുടെ വൈദിക സമിതി, അതിന്റെ സെക്രട്ടറിയാണ് ഞാൻ. അതിന് അതിരൂപയുടെ അജപാലന സമിതി എന്ന പാസ്റ്റർ കൗൺസിലിന്റെ സെക്രട്ടറിയാണ് PP ജെറാർ. അതിന് അതിരൂപതയുടെ ആലോചന സമിതി എന്ന് പറയുന്ന ഈ ഒരു രൂപതയുടെ മെത്രാൻ ഏറ്റവും അടുത്ത് സഹായിക്കുന്ന ആലോചന സമിതി അംഗങ്ങൾ, ഇവിടെ ഫൊറോന വികാരിമാരും പലരും ഉണ്ട്, പലരും ആലോചന സമിതി അംഗങ്ങളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആലോചന സമിതി, വൈദിക സമിതി, അജപാലന സമിതി എന്ന് പറയുന്ന ഈ സമിതികളിലൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയം, പരിഹരിക്കപ്പെടേണ്ട വിഷയം, നമ്മുടെ മെത്രാന്മാർ ആ സമിതികളൊക്കെ മരവിപ്പിച്ചിരിക്കുകയാണ്. ഈ അതിരൂപതയിലെ വൈദിക സമിതി മരവിപ്പിച്ചിരിക്കുന്നു. ഈ അതിരൂപതയിലെ ആലോചന സമിതി എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഈ അതിരൂപതയിലെ പാസ്റ്റർ കൗൺസിൽ എന്ന് പറയുന്ന പാസ്റ്റർ കൗൺസിൽ കൂടിയിട്ട്, എന്ന് വെച്ചാൽ അൽമായ പ്രതിനിധികളുള്ള ഏകദേശം 500ഓളം പേര് വരുന്ന ഒരു സമിതിയാണത്. ആ സമിതി, സന്യസ്തരടങ്ങുന്ന സമിതി, അതെല്ലാം അടച്ചുപൂട്ടി വെച്ചിരിക്കുക. അപ്പോൾ എവിടെയാണ് ഈ അതിരൂപതയുടെ ഇന്റേണൽ പ്രോബ്ലം? ഇതൊരു അകത്തുള്ള ഒരു പ്രതിസന്ധിയാണ്.
പക്ഷെ അകത്തുള്ള പ്രതിസന്ധി ചർച്ച തീർക്കാനുള്ള ഒരു സാഹചര്യമില്ല. കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ അതിരൂപതയിലുള്ള സംഭവങ്ങൾ അങ്ങനെയാണ്. എന്നിട്ടാ എന്താ സംഭവിച്ചിരിക്കുക? അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിന്റെ വേഷത്തിൽ ഓരോ മെത്രാന്മാരെ നമുക്ക് നൽകും. അവർക്ക് ഈ സിനഡ് കൃത്യമായൊരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. ആരെയും കേൾക്കണ്ട, നിങ്ങൾ അങ്ങോട്ട് അടിച്ചേൽപ്പിച്ചാൽ മതി. അങ്ങനെ അടിച്ചേൽപ്പിച്ച ഈ രൂപതയിലെ വ്യത്യസ്തമായിട്ടുള്ള ഇടവകകളിൽ നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഈ ജനാഭിമുഖ കുർബാനയെ നമ്മുടെ മണ്ണിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നും പറിച്ചു മാറ്റി ഈ കാലഹരണപ്പെട്ട പഴയ നിയമത്തിൽ കർത്താവ് മരിച്ചപ്പോൾ ഈ ദേവാലയത്തിന്റെ തിരശ്ശീല നെടുകി കീറിയ ആ ഒരു പഴയ കാലഘട്ടപ്പെട്ട കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാനായിട്ട് നമ്മളെ അടിമകളാക്കാൻ വന്നവരോട് നമ്മൾ പറയാണ്, ജോയ്സ് അച്ഛനോടൊപ്പം ഞങ്ങൾ ഒരു മെത്രാന്റെയും അടിമകളല്ല, ഞങ്ങൾ ക്രിസ്തുവിന്റെ അടിമകളാണ്. ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ജീവൻ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ പ്രശ്നം. എന്തുകൊണ്ട് ഈ നാഷണൽ ഹൈവേയുടെ ഓരത്ത് ഇങ്ങനെ ഒരു പ്രാർത്ഥന യജ്ഞം എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ഇന്റേണൽ ഫോറം എന്ന് പറയുന്ന ഈ സമിതികളൊന്നുമില്ല. ലോകത്തിലെ ഏതൊരു പ്രശ്നവും തീരുന്നത് എങ്ങനെയാ, പരിഹരിക്കപ്പെടുന്നത് എങ്ങനെയാ? ഞാൻ മെത്രാന്മാരോട് പലരോടും പറഞ്ഞു, ഈ ലോകത്ത് പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ലാത്തൊരു കുടുംബം പോലും നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല. പക്ഷെ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ തീർക്കുന്നത്? ഒരു മേശയുടെ ചുറ്റും വന്നുകൂടി എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞ് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു കാപ്പിയൊക്കെ കുടിച്ച് പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പ്രശ്നങ്ങൾ തീർക്കും. നമ്മുടെ മെത്രാന്മാർ പറയുന്നു, ഫ്രാൻസിസ് മാർപ്പാപ്പ സിനഡാലിറ്റി എന്നുള്ള വാക്ക് കൊണ്ടുവന്നു. മെത്രാന്മാർ ജനങ്ങളുടെ ഒപ്പം നടക്കണം, വൈദികരുടെ ഒപ്പം നടക്കണം, സന്യസ്തരുടെ ഒപ്പം നടക്കണം. സീറോ മലബാർ സഭയുടെ സിനഡ് അംഗങ്ങൾ പറയാം, അവർക്ക് സിനഡാലിറ്റി, അവർ മാർപ്പാപ്പയുടെ പേർ നാഴികയ്ക്ക് 40 വട്ടവും ഈ 50-50 കുർബാനയ്ക്ക് വേണ്ടിയിട്ട് അവർ പറയും. പക്ഷെ സിനഡാലിറ്റി, ഒപ്പം നടക്കൽ അവർക്കില്ല. അവർ ആരെയാണ് ഒപ്പം നടക്കുന്നത്? അവർ ഒപ്പം നടക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ അതിരൂപതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ക്രിമിനൽ കൂരിയായിട്ട് മാറ്റിയിട്ട് അവർ ക്രിമിനലുകളുടെ കൂടെ നടക്കുകയാണ്. അങ്ങനെ ക്രിമിനലുകളുടെ കൂടെ നടക്കുന്നവരെ നമുക്ക് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? കത്തോലിക്ക തിരുസഭയിലെ മെത്രാന്മാർ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, ആടുകളുടെ മണം ഉണ്ടാകണമെന്ന്. പക്ഷെ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ആടുകളുടെ മണത്തിന് പകരം വേറെ പല മണങ്ങളുമാണ്. എന്ത് നമുക്കൊരു പിടി കിട്ടുന്നില്ല. എന്താണ് സത്യം? എന്താണ് നീതി? എന്താണ് കാരുണ്യം? എന്താണ് സ്നേഹം? ഈ ഭാഷയൊന്നുമല്ല നമ്മുടെ സിനഡ് പിതാക്കന്മാർ ഇപ്പോൾ പറയുന്നത്. അവരുടെ മുമ്പിൽ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. ആ ലക്ഷ്യത്തിന് വേണ്ടി എന്തും പറയും. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട ജോയ്സ് അച്ഛൻ ഇന്നിവിടെ ഇങ്ങനെ ഒരു നിരാകാര പ്രാർത്ഥന യജ്ഞം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വാട്സാപ്പിൽ അവർ അച്ഛനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തെല്ലാം ആരോപണങ്ങളാണ്. എന്നിട്ട് അവർ പറയുക, ഞങ്ങൾ അവിടെ അങ്കമാലിയിലെ പോലീസുകാരെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇന്റലിജൻസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, പിന്നെ സർക്കാർ സംവിധാനങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തിനാ? ഈ പൊട്ടന്മാരാണ് ഇവര്, തികച്ചും പൊട്ടന്മാരാ. കാരണം എന്താ പറയാ, നമ്മുടെ ലക്ഷ്യം പൊതുവോരത്ത് നടത്തുന്നത് പോലീസ് കേൾക്കാൻ വേണ്ടിയിട്ടാ, ഭരണാധികാരികൾ കേൾക്കാൻ വേണ്ടിയിട്ടാ, പൊതുസമൂഹം കേൾക്കാൻ വേണ്ടിയിട്ടാ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അത് നാഷണൽ തലത്തിലും ഇന്റർനാഷണൽ തലത്തിലും എല്ലാവരും കേൾക്കണം. എല്ലാ ഇന്റലിജൻസുകാരും ഇത് റിപ്പോർട്ട് ചെയ്യണം. ആ ലക്ഷ്യമാണ് നമ്മുടേത്. അതിനുവേണ്ടിയാണ് ഇത് പൊതുവോരത്ത് നടത്തുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന, നിരാഹാര പ്രാർത്ഥന യജ്ഞം, ഇത് പൊതുസമൂഹത്തോട് നമ്മൾ വിളിച്ചു പറയുക. നമ്മൾ ഇത്രയും നാൾ നമ്മൾ പറയും, നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ ആ കുടുംബത്തിന്റെ ഉള്ളിൽ തീർക്കണമെന്ന്. പക്ഷെ ഉള്ളിൽ തീരുന്നില്ല. അല്ലെങ്കിൽ ഉള്ളിൽ തീർക്കാനായിട്ട് മുൻകൈ എടുക്കേണ്ടവർ അവർ അത് തീർക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഓരോ സിനഡ് കഴിയുമ്പോഴും അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക.
ആ വ്രണത്തെ പഴിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ലോകത്തിൽ ഇങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല. ഒരു പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കുന്നതിന് പകരം ഈ സിനഡ് മെത്രാന്മാർ കൂടി അതിനെ പഴിപ്പിച്ച് അത് പൊട്ടി ഒലിപ്പിക്കുക. എന്നിട്ട് കൂടുതൽ ഇടവകകളിൽ, കൂടുതൽ സമൂഹങ്ങളിൽ പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഓരോ സിനഡ് കഴിയുമ്പോഴും നമ്മൾ മറ്റൊരു പ്രശ്നത്തിലേക്ക് പോവുകയാണ്. കുരുക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാ ജോയ്സ് അച്ഛൻ ഇന്നിവിടെ ഇങ്ങനെ ഒരു നിരാഹാര പ്രാർത്ഥന യജ്ഞത്തിനായിട്ട് ചങ്കൂറ്റത്തോടു കൂടി മുന്നോട്ട് വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞങ്ങൾ അച്ഛന്മാർക്ക്, നിങ്ങൾ വിചാരിക്കും അച്ഛന്മാർക്ക് വേറെ പണിയില്ലെന്ന്. തീർച്ചയായിട്ടും ഞങ്ങൾ അച്ഛന്മാർക്ക് സ്വസ്ഥമായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമൊക്കെ ചെയ്ത് സുഖമായിട്ട് പള്ളിമേടയിൽ കിടന്നുറങ്ങാം. അത് നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. കാരണം എന്റെ സഭയിൽ, ഞാൻ ക്രൂശിതനായ ക്രിസ്തുവിന് വേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചു വന്ന സഭയിൽ സത്യം ഞാൻ കാണുന്നില്ല, നീതി ഞാൻ കാണുന്നില്ല, കാരുണ്യം ഞാൻ കാണുന്നില്ല, സമാധാനം ഞാൻ കാണുന്നില്ല. അപ്പോൾ എനിക്ക് എന്റെ ജീവിതത്തിൽ എന്തർത്ഥമാണുള്ളത്? അർത്ഥരഹിതമായ ജീവിതം നയിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ തയ്യാറല്ല. ഞങ്ങൾ ക്രൂശിതനായ ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ചതെങ്കിൽ ഞങ്ങൾ ഒരു റോയൽ പ്രീസ്റ്റ്ഹുഡിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ജീവിതം സമർപ്പിക്കുന്നത്. റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയണേ ഇപ്പോ, അല്ലെ? രാജകീയ പൗരോഹിത്യം. അങ്ങനെ ഒരു രാജകീയ പൗരോഹിത്യം അല്ല ക്രിസ്തുവിൻ്റെത്. ഈ രാജകീയ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ എല്ലാ വേഷവിധാനങ്ങളും ഒക്കെ ഇട്ടിങ്ങനെ നടന്ന്, വലിയ കാറിലൊക്കെ നടന്ന് എല്ലാവരും തൊട്ടുമുത്തി പോകുന്ന രാജകീയ പൗരോഹിത്യം അല്ല. അവനെ കണ്ടപ്പോൾ അവർ കാർക്കിച്ചു തുപ്പിയെന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അനുധാവനം ചെയ്യുന്ന ക്രിസ്തു, ഞങ്ങൾ ഞങ്ങളുടെ പൗരോഹിത്യം സമർപ്പിച്ച ക്രിസ്തു അങ്ങനെ ഒരു രാജകീയ പുരോഹിതനല്ലായിരുന്നു. മറിച്ച് കുരിശിൽ നഗ്നനായിട്ട് തൂങ്ങി, നഗ്നനായ രണ്ട് കള്ളന്മാരുടെ നടുവിൽ മുഖം ചതഞ്ഞരഞ്ഞ് അവനെ കണ്ടപ്പോൾ അവർ അവജ്ഞയോടെ കാർക്കിച്ചു തുപ്പുന്ന രീതിയിൽ. അതുകൊണ്ട് ഞങ്ങളുടെ മുഖം വികൃതമായാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. സത്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, നീതിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ. അതുകൊണ്ടാണ് അങ്കമാലി കല്ലറയിൽ ഞങ്ങളുടെ 7 സഹോദരന്മാർ അന്ന് അധികാര ദുർവിനിയോഗത്തിനെതിരെയാണ് അവർ പടവെത്തിയതെങ്കിൽ ഇന്ന് സഭയ്ക്കുള്ളിലെ അധികാര ദുർവിനിയോഗത്തിനെതിരെയാണ് അങ്കമാലി കല്ലറയിൽ നിന്നും നമ്മൾ ആരംഭിച്ച ഈ ദിനാഹാര പ്രാർത്ഥന നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ്. അധികാരം എന്തിനാണ്? അധികാര ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാ. പ്രിയമുള്ളവർ, മാർപ്പാപ്പ തന്നെ പറയുന്നത് എന്താ? ഐ ആം സെർവന്റ് ഓഫ് സെർവൻസ്, സെർവൻസ് ഓഫ് സെർവൻസ്. ദാസന്മാരുടെ ദാസനാണ് ഒരു മാർപ്പാപ്പ. നമ്മൾ ഒരു പദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം, ഈ ജനാധിപത്യത്തിൽ മിനിസ്റ്റർ എന്ന പദമുണ്ട്, മന്ത്രി. മിനിസ്റ്റർ എന്ന പദത്തിന്റെ മിനിസ്ട്രാരെ എന്നുള്ള ലത്തീൻ വാക്കാ. എന്താ അർത്ഥം എന്നറിയാം? ശുശ്രൂഷ ചെയ്യുന്നവൻ. പക്ഷെ നമുക്ക് ഇന്ന് അർത്ഥം കിട്ടുന്നുണ്ടോ? ബിഷപ്പ് എന്ന് പറയുന്നതിന്റെ അർത്ഥവും ഇത് തന്നെയാണ്. മറ്റുള്ളവർക്ക് ദാസ്യവേല ചെയ്യുന്നവനാ. പക്ഷെ ഇന്ന് അർത്ഥം കിട്ടുന്നുണ്ടാ? അർത്ഥമില്ലാതായി ഈ പദങ്ങൾക്കൊക്കെ. അല്ലെങ്കിൽ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള അർത്ഥങ്ങളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ പൗരോഹിത്യം, നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ആ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ സത്യം, അതിനു വേണ്ടിയിട്ടാണ് ഈ സത്യഗ്രഹം. ഇത് പണ്ട് സത്യാഗ്രഹം എന്നാ പറയുന്നത്. സത്യാഗ്രഹി, സത്യം ആഗ്രഹിക്കുന്നവർ. ഇന്ന് സത്യഗ്രഹം എന്നാ പറയുന്നത്. ഇതാ ജോയ്സ് അച്ഛൻ സത്യം ഗ്രഹിച്ചിട്ട് ആ സത്യം നമുക്ക് കണ്ണു തുറന്ന് നോക്കുമ്പോൾ അതെങ്ങും കാണുന്നില്ല. ഞാൻ ഉൾക്കൊള്ളുന്ന സഭയിൽ അത് കാണുന്നില്ല. അതുകൊണ്ട് ഈ സത്യത്തെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ട് നിരാഹാരം കെടുക്കുന്നു. ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. എന്റെ വയറ് കാലിയാക്കുമ്പോൾ, എന്റെ മനസ്സ് കാലിയാക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് കണ്ണു തുറപ്പിക്കും. ആ കണ്ണു തുറക്കുമ്പോൾ ജോയ്സ് അച്ഛന്റെ മാത്രം കണ്ണു തുറന്നാൽ പോരാ.
ഈ അധികാരത്തിന്റെ ദാഷ്ട്യത്തിൽ ഭ്രാന്തി പിടിച്ചിരിക്കുന്ന മനുഷ്യർക്കും അധികാരികൾക്കും കണ്ണു തുറക്കത്തക്ക രീതിയിലേക്ക് ഈ നിരാകാര പ്രാർത്ഥന യജ്ഞം നീങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജോയ്സ് അച്ഛന് സത്യത്തിന്റെ അഭിവാദ്യങ്ങൾ, നീതിയുടെ അഭിവാദ്യങ്ങൾ, ക്രൂശിതനായ ക്രിസ്തുവിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഇന്നലെ രാവിലെ ആണ് എന്നോട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇതിൻ്റെ സംഘാടകർ ആവശ്യപ്പെട്ടു. അത് മറ്റു തരത്തിൽ താരതമ്യേന തിരക്കുള്ള ദിവസമായിരുന്നു. കോടതിയിൽ ഉച്ചയ്ക്ക് ശേഷം വ്യവഹാരമുണ്ട്. ഞാൻ കൃത്യസമയത്ത് എത്താൻ കഴിയുമോ എന്നൊരു സംശയമുണ്ട്. അപ്പോഴാണ് ഇത് നിരാഹാര പ്രാർത്ഥന യജ്ഞമാണ്, വൈകി വന്നാലും നടക്കില്ല എന്ന് ഞാൻ ഇവിടെ വരാൻ കഴിഞ്ഞു. സന്തോഷം രേഖപ്പെടുന്നു. മാത്രമല്ല ഇത് വളരെ പ്രധാനമായ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരു വൈദികൻ, അതും ഒരു കത്തോലിക്ക വൈദികൻ, സമരം ചെയ്യുക എന്നുള്ളതിന് അത്ര സാധാരണമായിട്ടുള്ള കാര്യമല്ല. അത് നിരാഹാര സമരം നടത്തുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ സാധാരണമായിട്ടുള്ള ഒരു കാര്യം. സഭയിൽ പല കാര്യങ്ങൾക്കും വ്രതവും ഉപവാസവും ഒക്കെ ഉണ്ടെങ്കിൽ പൊതുനിരത്തിനോട് ചേർന്ന സ്ഥലത്ത് ഒരു വേദി പണിത് അവിടെ സത്യാഗ്രഹം നടന്ന് അത്ര എളുപ്പം. ഈ യാക്കോബായ സഭയിൽ നമ്മൾ സാധാരണ കാണാം, കക്ഷി വഴക്കിൻ്റെ ഭാഗമായിട്ട് ബന്ധനം കക്ഷി, പാവം കക്ഷി മത്സരിക്കുന്ന പോലുള്ള പരിപാടികൾ. കത്തോലിക്ക സഭയിൽ കിട്ടും. ഇവിടെ തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും ഒരു നീതി നിഷേധം ഉണ്ടായിട്ടുണ്ട്. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിനഡ് കുർബാന അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സഭയ്ക്കകത്ത് പല തർക്കങ്ങളും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് തർക്കങ്ങളായിട്ട് മാറും. ഒരു തർക്കം പരിഹരിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നതിന് പകരം അധികാരത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് എതിർ വിഭാഗത്തിൽപ്പെട്ടവരെ മുഴുവൻ ശത്രുപക്ഷത്ത് ആക്കി മാറ്റി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത് ലോക എവിടെ സംഭവിക്കാവുന്നതാണ്. അഭിപ്രായമുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസം അത് അത്ര വലിയ ഒരു തർക്ക വിഷയമാക്കേണ്ടതില്ല. നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം, ജനാധിപത്യം വാഗുകൊണ്ട് പറഞ്ഞാൽ പോയി. അത് ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഉണ്ടാകും. ഒരു വീട്ടിൽ തന്നെ കുടുംബനാഥൻ പറയുന്ന അഭിപ്രായത്തോട് കുടുംബത്തിലെ മറ്റംഗങ്ങൾ എല്ലാവരും യോജിക്കണം എന്നൊന്നും പറഞ്ഞ് ഇന്നത്തെ കാലത്ത് നടക്കും. ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ അത് അക്ഷരം തെറ്റാതെ അനുസരിച്ചുകൊള്ളണം എന്ന് പറഞ്ഞാൽ അത് നടക്കും. ഒരു കുടുംബത്തിൽ പോലും നമുക്ക് ആജ്ഞകൾ അടിച്ചേൽപ്പിക്കുന്നതിന് ബുദ്ധിമുട്ട്. അത് സഭയിലാണെങ്കിലും ശരിയാണ്, പള്ളിയിലാണെങ്കിലും ശരിയാണ്, എവിടെയാണെങ്കിലും നമ്മളോട് വിയോജിപ്പുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ട് രമ്യമായ രീതിയിൽ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. കത്തോലിക്ക സഭ പ്രത്യേകിച്ചും അങ്ങനെയാണ് ചെയ്യേണ്ട. കാരണം ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ആയിരിക്കും. സത്യത്തിൽ യേശു ക്രിസ്തു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, സത്യത്തിന് വേണ്ടി ഞാൻ നെഞ്ചത്ത് കൈവിട്ടു അത് വെള്ളം വീഞ്ഞാക്കിയതോ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതോ അതുമല്ലെങ്കിൽ കടലിന് മീതെ കൂടി നടന്നു എന്ന് യഹോവയുടെ സ്ഥാനം. ഒരു കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ഒടിവിന് ഒടിവ് എന്ന് കൽപ്പിക്കുന്ന ഒരു ദൈവം. ആ സ്ഥാനത്ത് സ്നേഹസ്വരൂപനായ ഒരു ദൈവത്തെ പ്രതിഷ്ഠിക്കുക. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നുള്ളതല്ല. നിന്റെ പുതപ്പ് പിടിച്ചു പറിക്കുന്നവർ മേൽക്കുപ്പായം കൂടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ കർത്താവാണ്. അതാണ് ശരിക്കുള്ള ഏറ്റവും വലിയ അത്ഭുതം. അപ്പൊ അങ്ങനെയുള്ള യേശുവിൻ്റെ പേരിൽ സ്ഥാപിതമായിട്ടുള്ള സഭയിൽ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ചില ആളുകളുടെ ശാഠ്യവും ദുസ്സാമർത്ഥ്യവും അവർ വഹിക്കുന്ന പദവിയുടെ മുഖം മുൻനിർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ മേൽ അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല പ്രതിഷേധം. അങ്ങനെ ഒരു പ്രതിഷേധം നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം അതിരൂപത ആസ്ഥാനത്തിന് മുമ്പിൽ ഇവിടെ അത് ഞാൻ തന്നെയാണ് ഉദ്ഘാടനം. അത് ഉദ്ഘാടനം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും സഭയുടെ വക്താവ് ഫാദർ വടക്കേക്കര എൻ്റെ ഒരു സുഹൃത്താണ്. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ പറയാറുണ്ട്, ഈ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ലോകത്തെമ്പാടും ആണെങ്കിലും ക്രൈസ്തവ സമൂഹവും കത്തോലിക്ക സഭയും വലിയ വെല്ലുവിളി നേരിടുന്നതാണ്. ആ ഓർമ്മ എല്ലാ ആൾക്കാർക്കും ഉണ്ടാകും, മതമേലധ്യക്ഷന്മാർക്കും ഉണ്ടാകും, വൈദികർക്കും ഉണ്ടാകും.
താത്വികമായ പ്രശ്നങ്ങൾ പറഞ്ഞ ആളുകളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കിയാൽ അത് പരിഹരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ അനുഭവം ഈ കാര്യം ആർച്ച് ബിഷപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം, കാർദിനാളിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി അധികം താമസിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ പ്രസംഗം മുഴുവൻ അദ്ദേഹം ഫേസ്ബുക്കിലും എവിടെയോ കേട്ടു. അപ്പൊ ഈ കാര്യത്തിൽ സഭയ്ക്ക് വലിയ പ്രതിഷേധം. എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് അദ്ദേഹം അംഗീകരിച്ചു. പക്ഷേ എന്നാലും സഭയുടെ പ്രതിഷേധം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായമല്ല. ബോസ്കോ പിതാവിന്റെയും നമ്മുടെ തട്ടിൽ പിതാവിന്റെയും കൂടി താല്പര്യപ്രകാരമാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ സഭയ്ക്ക് ഔപചാരികമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കും. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം. വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞത് അവിടെ ഇരിക്കുന്ന ആളുകൾ കേട്ടല്ലോ. ഞാൻ പരിഹാസമായിട്ട് പറഞ്ഞല്ല, ഞാൻ ആത്മഹത്യമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എൻ്റെ എളിയ വാക്കുകൾ അവിടെ വരെ എത്തിയത് അതിൽ സന്തോഷം. ഞാൻ അഭിപ്രായങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഈ പ്രശ്നം പരിഹരിച്ച് കാണുമെന്നാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തി ആളുകളെ ആവേശം കൊള്ളിക്കാൻ രണ്ട് ഭാഗം നടത്തി. പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീരെയല്ല, പ്രശ്നം വഷളാവുക. അപ്പൊ ഈ വൈദികർക്കെതിരായിട്ട് പ്രതികാര നടപടി എടുക്കുക, അവരെ പള്ളി മുടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഇന്നത്തെ കാലത്ത് 21-ാം നൂറ്റാണ്ടിലല്ലേ 2025-ാം ആണ്ടിൽ നടക്കുന്ന കാര്യമില്ല. ഈ സഭയിലുള്ള ചില പോരായ്മകളെ ചൂണ്ടിക്കാണിക്കാനാണ് പണ്ട് മാർട്ടിൻ ലൂതറിനെ പള്ളി വിലക്കിയത്. മാർട്ടിൻ ലൂതറിനെ പള്ളി വിലക്കിയപ്പോൾ അന്നത്തെ ആ ജർമ്മനിയിലെ ചില മതമേലധ്യക്ഷന്മാരെ വെച്ച് ഇതൊരു പ്രശ്നം തീർന്നതല്ല, സഭ പിള്ളർ. അങ്ങനെയാണ് പ്രൊട്ടസ്റ്റാന്റിസം ഉണ്ടായത്. മാർട്ടിൻ ലൂതറിന് സത്യത്തിൽ കത്തോലിക്ക സഭയുടെ അടിസ്ഥാന തത്വങ്ങളിൽ എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. അത് അടിസ്ഥാന തത്വങ്ങളോടും അദ്ദേഹം ഒരിക്കലും യോജിക്കുന്നില്ല. അദ്ദേഹം അന്ന് വൈദികരുടെ ഇടയിലുണ്ടായിരുന്ന ചില തെറ്റായ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി അത്രയും ചെയ്തു. അടിസ്ഥാന തത്വങ്ങളോടൊക്കെ ഉപയോഗിച്ച ജോൺ കാൽവിനെ പോലുള്ള ആളുകൾക്ക് പിന്നെ പറഞ്ഞു അതൊക്കെ വേറെ പല തത്വങ്ങൾ. ഒരു പിളർപ്പിലേക്ക് പോയതെങ്ങനെയാണ്? വിറ്റൻബർഗ് ആശ്രമത്തിന്റെ ഭിത്തിയിൽ അദ്ദേഹം ഒരു ലേഖനം പോലെ ഒന്ന് എഴുതി പ്രസിദ്ധീകരിച്ചു. സഭയിൽ നടക്കുന്ന ഇന്ത്യൻ്റെ കാര്യങ്ങൾ ഞാനിത് അന്നത്തെ കാലത്ത് നോട്ടീസ് അടിപ്പിക്കായിരുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിക്ക് പ്രചരണം നടത്താറുണ്ട്. ഇവിടെ നമ്മുടെ ജോയ് സാക്കിനെ കുറിച്ച് അദ്ദേഹം പാകിസ്ഥാന്റെ ചാരനാണ് എന്ന് പ്രചരിപ്പിച്ച പോലെ അന്ന് ആ സംവിധാനം ഇല്ല. ലൂതർ ഭാഗ്യവാനാണ്, മാർട്ടിൻ ലൂതർ ഭാഗ്യവാനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ പാകിസ്ഥാന്റെ ചാരനായിട്ടോ അല്ലെങ്കിൽ ജിഹാദികളുടെ ഏജന്റായിട്ടൊന്നും ആരും കുറ്റപ്പെടുത്തിയില്ല. പക്ഷെ അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്തായി. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായവും ആളുകൾ വേറെ ഉണ്ടായി. അങ്ങനെയാണ് സഭയിൽ പുറത്ത്. പിന്നെ ലൂതറിന് ശേഷം വന്ന ആളുകളാണ് വലിയ തോതിൽ ഈ സൈദ്ധാന്തികമായിട്ട് തന്നെ അഭിപ്രായ വ്യത്യസ്തം. വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഈ അപ്പവും വീഞ്ഞും കർത്താവിന്റെ രക്തവും മാംസവുമായിട്ട് മാറുമോ എന്നൊക്കെയുള്ള രീതിയിലുള്ള വലിയ തർക്കങ്ങളിലേക്ക് കൊണ്ടുപോയി പ്യൂരിറ്റാനിസം, കാൽവിനിസം എന്നൊക്കെ പറഞ്ഞ വലിയ തിയറി. അതിൻ്റെയൊക്കെ തുടക്കക്കാരാണ് നമ്മുടെ നാട്ടിൽ പെന്തിക്കോസ്റ്റ് ഉപയോഗിച്ചത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഗതികൾ, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് വികാരപരമായിട്ടല്ലേ വേറെ പ്രശ്നങ്ങളെ സമീപിക്കേണ്ടത്. സമീപനത്തോടുകൂടി സമാധാനപരമായിട്ട് ഇത് പരിഹരിക്കാൻ ശ്രമിക്കും. അത് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പ്രത്യേകിച്ചും ചെയ്യണം. കാരണം അവരുടെ മേലും ഉത്തരവാദിത്വം വളരെ വലുതാണ്. ഇപ്പൊ റാഫേൽ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് എന്ന് പറയുമ്പോൾ സാധാരണ ഇടവക പള്ളിയിലെ ഒരു വൈദികരുടെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന് ഏർപ്പെടുത്തണം. സീറോ മലബാർ സഭ അദ്ദേഹത്തിന്റെ പൂർവികർ അദ്ദേഹത്തെ ഏൽപ്പിക്കുമ്പോൾ ഏത് രീതിയിലായിരുന്നു? വർക്കി പിതാവിന്റെ സമയത്ത് എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ അതിന് മുമ്പ് പടിയറ പിതാവിന്റെ സമയത്ത് എങ്ങനെയായിരുന്നു? അതിന് മുമ്പ് പാലക്കാട്ടിൽ പിതാവിന്റെ കാലത്ത് എങ്ങനെയായിരുന്നു? ആ ഒരു പാരമ്പര്യം അതിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് വന്നപ്പോഴാണ് മാർ ആലഞ്ചേരിക്കെതിരായിട്ട് പ്രതിഷേധം. അതുകൊണ്ടാണ് അതിന് സ്ഥാനം ഒഴിയേണ്ടി വന്നത്. കാര്യം അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് ഒഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തോടെ ഒഴിയേണ്ടി വന്നു. അതിലേക്ക് നയിച്ച സംഭവങ്ങൾ എന്തൊക്കെ. അപ്പോൾ അതേ പാതയിൽ തന്നെ ഉഴുത ചാലിൽ തന്നെ ഊഴാനുള്ള തോന്നുന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിയോജിപ്പുള്ള ആളുകളെ വിളിച്ച് അവരുടെ സങ്കടങ്ങൾ കേട്ട് അവരുടെ ആവലാതികൾക്ക് പരിഹാരം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. അല്ലാണ്ട് അധികാരത്തിന്റെ മതം ഉപയോഗിച്ച് ഞാൻ ഈ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യും എന്ന ഒരു
ധാർഷ്ട്യമല്ല, ധിക്കാരമല്ല ഉണ്ടാകേണ്ടത്. ഇവിടെ നമ്മുടെ അച്ഛൻ പറഞ്ഞല്ലോ, ദാസന്മാരുടെ ദാസനാണ് എന്നാണ് മാർപ്പാപ്പ സ്വയം അവകാശപ്പെട്ടത്. വേറെ ചില ആളുകൾ പറയുന്നത് ഞങ്ങൾ രാജാക്കന്മാരുടെ രാജാവ് ചക്രവർത്തി തിരുമനസ്സാണ്. ചക്രവർത്തിമാരൊക്കെ ഇപ്പൊ ചരിത്രത്തിൽ മാത്രമേ ഉള്ളൂ, ഇല്ലേ? പീറ്റർ ചക്രവർത്തി ആണെങ്കിലും ഫ്രെഡറിക് ചക്രവർത്തി ആണെങ്കിലും ഒക്കെ ചരിത്രത്തിന്റെ പഴയ കാലുകളിൽ മാത്രമേ ഉള്ളൂ. ചക്രവർത്തിമാരുടെ രാജാക്കന്മാരുടെയൊക്കെ കാലം കഴിഞ്ഞു ജനാധിപത്യ യുഗമാണ്. ജനാധിപത്യവൽകൃതമായ സഭ ഈ കത്തോലിക്ക സഭയെ മേടിച്ച് ആ മാർത്തോമ സഭയിലോ അല്ലെങ്കിൽ CSIയിലോ ഒന്നും നടത്തില്ല. അവിടെയൊക്കെ വിശ്വാസികൾക്ക് ഒരു മേൽക്കൈയും വൈദികരെ അവർ ബഹുമാനിക്കും, പക്ഷേ വൈദികർക്ക് അപ്രമാനിക്കും. ഇതൊക്കെ ജനാധിപത്യവൽക്കരിക്കപ്പെട്ട സഭകളാണ്. കത്തോലിക്ക സഭയിലും മാറ്റങ്ങൾ ഉണ്ടാകണം, അത് അനിവാര്യമാണ്. നമ്മളിവിടുത്തെ പറഞ്ഞ കാര്യമല്ല, ഗുരുതരമായ വേറൊരു വിഷയമാണ്. ഞാൻ പലരും പോകും. അപ്പോൾ എല്ലാ സഭകളിലും മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം നമ്മൾ ജീവിക്കുന്ന ലോകം വളരെ സങ്കീർണമാണ്. പഴയ കാലം മാറുന്നു, കുടുംബജീവിതത്തിലെ നിയമങ്ങൾ മാറുന്നു, സാമൂഹ്യ ജീവിതത്തിൽ മാറ്റം വരുന്നു, വ്യക്തി ജീവിതത്തിൽ മാറ്റം വരുന്നു. ഇപ്പൊ 50 കൊല്ലം മുമ്പുണ്ടായിരുന്ന അങ്കമാലിയിൽ അങ്കമാലി 1972 ഞാൻ ആദ്യമായിട്ട് അങ്കമാലിയിലുണ്ട്. അന്ന് അങ്കമാലിയിൽ ഇത്ര വീഡിയോ ആണെങ്കിലും അധികം വാഹനങ്ങളില്ല. ഇത് മാത്രമല്ല, സിമന്റ് കെട്ടിയ ആനകളില്ല. നിരവധി ഈ അങ്കമാലി പൂർണ്ണ എന്ന് പറഞ്ഞ ജീവി ഇന്ത്യനെ മതിച്ച് പുളച്ച് നടന്നിട്ട് ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ CC മേഖലയുടെ മുമ്പിൽ രസാത്തിൻ്റെ CJ സ്റ്റേഷന് മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ ഈ പന്നികൾ ഇങ്ങനെ ചെളിയിൽ കിടന്ന് ഉരുട്ടിട്ട് അത് കയറി വന്നിട്ട് ദേഹം കയറി പോട്ടെ. അപ്പോൾ വെള്ളമുണ്ട്, വെള്ളമുണ്ട് കിട്ടുന്നത് യോഗ്യന്മാരുടെ മേഖലയ്ക്ക് ചെളി കിട്ടുന്നത്. ഇപ്പോഴും എനിക്ക് ഓർമ്മ, ആ കാലമൊക്കെ പോയില്ലേ? അങ്കമാലി തന്നെ ഒരുപാട് മാറി. അതനുസരിച്ച് ആളുകൾ മാറി, ജീവിത രീതികൾ മാറി, ശൈലി മാറി, ഭക്ഷണക്രമം മാറി, എല്ലാം മാറി. നമ്മുടെ സംസ്കാരത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ തന്നെ. അതനുസരിച്ച് മതവിശ്വാസത്തിൽ വൈദികരോടുള്ള സമീപനം, വൈദികർക്ക് തിരിച്ച് വിശ്വാസികളോടുള്ള സമീപനത്തിൽ മാറ്റങ്ങൾ. ഇതെല്ലാം നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, നല്ല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്, അത്ര തന്നെ നല്ലതല്ലാത്ത മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതനുസരിച്ചുള്ള മാറ്റം സഭാ മേധാവികളും മതമേലധ്യക്ഷന്മാരും എല്ലാവരും ഉൾക്കൊള്ളണം. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇങ്ങനെ അധികാരത്തിൻ്റെ ബ്ലഡ് അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. ഇത് മതമേലധ്യക്ഷന്മാർക്ക് എത്ര മനസ്സിലാവുന്നതെന്ന് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന ചോദ്യം, അത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുന്നിൽ. പിന്നെ ഇവിടെ ഫാദർ കൈതക്കോട്ടിൽ ഉപവാസം നടത്തുന്നത് തീർച്ചയായിട്ടും നല്ലതായിരുന്നു. കാരണം ഈ പൊതുജീവിതത്തിൽ, രാഷ്ട്രീയത്തിലാണെങ്കിലും പൊതുജീവിതത്തിലാണെങ്കിലും ധാർമ്മിക ശക്തി എന്നത് അത് വളരെ പ്രധാനം. ഈ ധാർമ്മിക ശക്തി എന്ന് പറഞ്ഞ ആയുധങ്ങളെ ജയിക്കാൻ പ്രാപ്തമായിരുന്നു. നമ്മുടെ മഹാത്മാഗാന്ധിയാണ് ഈ സത്യാഗ്രഹവും ഉപവാസവും ഒരു രാഷ്ട്രീയ ആയുധമായിട്ട്. പല വിശ്വാസ സമൂഹങ്ങളിലുണ്ട് ആത്മശുദ്ധീകരണത്തിന് വേണ്ടി ഉപവാസം അനുഭവിക്കുന്ന മുസ്ലിങ്ങളെന്ന് കാണാൻ അവരുടെ പുണ്യമാസം ഭക്ഷണപാനീയങ്ങളും ഈശ്വരൻ മുഖമായ രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട്. പക്ഷെ ഇതൊരു രാഷ്ട്രീയ ആയുധമായിട്ട് ഒരു സമര രൂപമാക്കി മാറ്റിയത് ഗാന്ധി. അദ്ദേഹം അതിന് വലിയ തോതിൽ വിജയിക്കേണ്ടി വരുമ്പോൾ ഇന്ത്യ വിഭജനത്തെ തുടർന്ന് കൽക്കട്ടയിലൊക്കെ വലിയ ലഹള നടക്കുമ്പോൾ ഗാന്ധിജി ഉപവാസ സമരം പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ് വാർദ്ധക്യത്തിലെത്തിയ ആളാണ്, ശാരീരികമായിട്ട് അവശനാണ്. പക്ഷെ ഗാന്ധിജി ഉപവസിക്കുന്നു എന്ന് കണ്ടപ്പോൾ ആദ്യത്തെ ദിവസമുള്ള പ്രതികരണമല്ല, 2ാം ദിവസം, 3ാം ദിവസം, 4ാം ദിവസം ആകുമ്പോഴത്തേക്കും കൽക്കട്ടയിലുള്ള മുഴുവൻ അക്രമികളും അവരായുധം വെച്ച് ഗാന്ധിജി ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് കലാപവസ്ഥ. കൽക്കട്ടയിൽ നിന്ന് ഗാന്ധിജിയെ സർദാർ പട്ടേൽ ഡൽഹിയിലേക്ക് വിളിച്ചു. കാരണം അവിടെ ഇതിലും വലിയ ലഹളാണ്. 55,000 പട്ടാളക്കാർ അഹോരാത്രം പണിപ്പെട്ടിട്ടും പഞ്ചാബിലും ഡൽഹിയിലും ലഹള ഒതുങ്ങുന്നില്ല. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും, ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും പരസ്പരം കടായി കൊണ്ട് കുത്തിക്കുന്നു. സിഖുമാരെ നിർമ്മാണം കൊണ്ട് ആളുകൾ വെട്ടിക്കൊല്ലുന്നു. കൊണ്ട് പരസ്പരം അടിച്ചു. ആ കാലത്ത് ഗാന്ധിജി ഡൽഹിയിൽ നിന്ന് വീണ്ടും ഉപവാസം നടത്തുന്നു. കൽക്കട്ടയിലെ ഉപവാസം കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പഴയ നിലയിലായിട്ട്. എന്നിട്ടും ഗാന്ധിജി സ്വന്തം ജീവൻ എന്താണ് അപകടപ്പെടുത്തിക്കൊണ്ട്
ഉപവാസം നടത്തി. 5-ാം ദിവസമായപ്പോഴത്തേക്ക് ഡൽഹി ശാന്തമായി, പഞ്ചാബ് ശാന്തം, വടക്കേ ഇന്ത്യയിലെമ്പാടും വർഗീയതയാണുള്ള അവസരം. അത് ഒരാൾ ചെയ്ത അത്ഭുതമാണ്. കാരണം ഗാന്ധിജിക്ക് അത് സാധിക്കും. അത്രയും ധാർമ്മിക ശക്തിയാണ്. ഈ ധാർമ്മിക ശക്തി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട അത് പിന്നീട് നമ്മൾ പല സന്ദർഭങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇപ്പോ നമുക്കറിയാലോ, 35 കൊല്ലം നീട്ടുന്ന CPM-ന്റെ ഭരണഘടന അവസാനം ഇവിടെ അച്ഛൻ അങ്കമാലി കല്ലറയിൽ കൊടുത്തിയ ദീപശീലിപ്പിച്ച് പറഞ്ഞു 35 കൊല്ലം എതിരില്ലാതെ ഭരിച്ചു. പ്രതിപക്ഷക്കാരില്ലാണ്ടല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തൊന്നുമില്ല, ജയിക്കാൻ പറ്റും. ഇപ്പൊ 7 കൊല്ലം നമുക്കറിയാം ഇവിടെ 35 കൊല്ലം ഒരു സർക്കാർ, ഏത് സർക്കാർ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, 35 കൊല്ലം ഒരു പാർട്ടി തുടർച്ചയായിട്ട് ഭരിക്കാൻ രാജ്യത്തിന്റെ സ്ഥിതി, നാട്ടിന്റെ സ്ഥിതി, ഏതൊരു പാർട്ടിക്കാരുടെ സ്ഥിതി, ഒരു പാർട്ടിയില്ലാത്തൊരു സ്ഥിതി. അങ്ങനത്തെ ഒരു വല്ലാത്ത പരിതസ്ഥിതിയിലായിരുന്നു പശ്ചിമ ബംഗാൾ. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇവരുടെ ഭൂരിപക്ഷം കൂടുതലല്ലാതെ കുറയുന്നില്ല. പ്രതിപക്ഷത്തിന്റെ അംഗസംഖ്യ കുറയുകയല്ലാതെ കൂടുതല. അങ്ങനെ ഒരു സമയത്താണ് ഈ സിംഗൂരിലെ ഭൂമി ഏറ്റെടുക്കുന്ന പ്രശ്നം. ടാറ്റയ്ക്ക് ചെറിയ കാറ് ഉത്പാദിപ്പിക്കാൻ നമ്മുടെ നാനോ ഏറ്റെടുക്കപ്പെട്ട ഭൂമിയൊക്കെ പാർട്ടിക്കാരുടെ, പാർട്ടി അനുഭവമായിട്ട് സാധാരണ കർഷകർ നമ്മുടെ നെടുമ്പാശ്ശേരി വളർന്നാവുന്ന സ്ഥലമാണ്. പക്ഷെ കർഷകർ ഭയങ്കരമായിട്ട് കുറച്ചു. അതിൻ്റെ ഒരു പ്രതിഷേധം ഇവർ പ്രതീക്ഷിച്ചു. പാർട്ടിക്കാർ കൽപ്പിക്കുന്നു, നമ്മുടെ ആലഞ്ചേരിയുടെ തോളാക്കിട്ടാണ് പാർട്ടി കൽപ്പിച്ചു, ഇതാ സിംഗൂരിൽ കാർ ഫാക്ടറി വരാം. സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ആളുകൾ പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് ബലപ്രയോഗം, ലാത്തി ചാർജിൽ ജനങ്ങൾ പിരിഞ്ഞുപോയി. കാരണം അവരുടെ ജീവിതമാർഗമാണ്, വേറെ ഒരു കൂട്ടിയില്ല. സർക്കാർ നിശ്ചയിച്ചാൽ അക്കാപ്പിന്റെ നഷ്ടപരിഹാരം കൂട്ടി ജനങ്ങൾ തൃപ്തരല്ല. കാലാകാലമായിട്ട് അവരുടെ പൂർവീകന്മാരെ ചെയ്തുകൊണ്ടിരിക്കുന്ന വയലുകളാണ്, അത് വെടിച്ചു പോകാൻ തോന്നി. ലാത്തി ചാർജിൽ ജനം പിരിഞ്ഞുപോയില്ല. പോലീസ് വെടിവെപ്പിൽ ആളുകൾ മരിക്കും. വെടിവെച്ച പോലീസുകാരും പോരാൻ തോന്നുന്നത് പാർട്ടിയുടെ കൂട്ടങ്ങളും ഈ സമരത്തിൽ പങ്കെടുക്കും. ഏതാണ്ട് അങ്കമാലി വെടിവെപ്പ് സംഭവിച്ചു. ആ സന്ദർഭത്തിൽ പൊതുവെ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു പ്രദർശനം, ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെ ചെയ്യുമെന്ന് ആളുകൾ അതുവരെ വിചാരിച്ചു. ആ സമയത്താണ് കുമാരി മമത ബാനർജി ഉപവാസ സമരം പ്രഖ്യാപിച്ചത്. ഗാന്ധിജി പോലും 21 ദിവസം നിരാഹാരം, 21 ദിവസത്തിൽ കൂടുതൽ ഗാന്ധിജിക്ക് നിരാഹാരം എടുക്കാൻ പറ്റില്ല. പക്ഷെ മമത ബാനർജിയുടെ നിരാഹാര സമയം 28 ദിവസം. ഒരു സ്ത്രീയാണ് നൽകുന്നത്. പുരുഷന്മാരെ അപേക്ഷിച്ച് ശാരീരിക ക്ഷമത സ്ത്രീകൾക്ക് കുറവായിരുന്നു. 28 ദിവസം ജലപാനം ഉപേക്ഷിച്ച് ഈ സ്ത്രീ നിരാഹാരം. അവർ ഭരിച്ചില്ല. മരണവസ്ത്രത്തിൽ അല്പം മണിക്കൂറുകളോട് പോയാൽ ഇവർ മരിക്കും. ആ ഘട്ടത്തിൽ അത് രാഷ്ട്രപതി അബ്ദുൽ കലാം വരുന്നത്. ബംഗാൾ ഗവർണർ ഇടപെട്ടു. ബംഗാൾ ഗവർണർ സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ മകന്റെ മകനാണ് ഗോപാലകൃഷ്ണ ഗാന്ധി. ഗോപാലകൃഷ്ണ ഗാന്ധി നേരിട്ട് സമരം പന്തലിൽ ചേർന്നു. ഇവർക്ക് നാരങ്ങ നീര് കൊടുത്ത് സമരം അവസാനിച്ചു. സിംഗൂരിൽ ഇന്ന ദിവസം പറയും കാർ ഫാക്ടറി ഉണ്ടായില്ല. കാർ ഫാക്ടറിന്റെ കാറിന്റെ കിടക്കൻ പറഞ്ഞു ഗുജറാത്തിലേക്ക് അവിടുന്ന് അനുപ്പി 400 കാറുകൾ പറ്റും. കാർ ഫാക്ടറി ഉണ്ടായില്ല എന്ന് മാത്രമല്ല 35 കൊല്ലം നീണ്ട സർക്കാരിന് അറുതി വന്നു. ഇപ്പോൾ ചുമന്ന കൂടി കാണുന്നവരിൽ നമ്മൾ കാൽക്കട്ട റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കും. മനസ്സിലായി? മാ എന്ന് പറയാൻ പറ്റില്ല. അതിന് മുമ്പ് ഇവിടെ ഓടിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞാൽ BJP അതിൻ്റെ ഇടയ്ക്ക് വേറെ പാർട്ടിയില്ല. ഞാൻ പറഞ്ഞത് നല്ല കാര്യമുണ്ടെന്ന അർത്ഥത്തിൽ ഒരു പാർട്ടി 35 കൊല്ലം ഭരിച്ച പാർട്ടിക്ക് ഒരു സീറ്റ് ജയിക്കാൻ പറ്റും. നിയമസഭയിലേക്ക് ഒരു സീറ്റ് ജയിക്കാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഞാൻ പറഞ്ഞു. ഇതാണ് ധാർമ്മിക ശക്തി. ആ ഒറ്റ നിരാഹാര സമരം കൊണ്ട് ആ സംസ്ഥാനത്തിന്റെ ചരിത്രം മാറ്റി, രാഷ്ട്രീയം മാറ്റി. ഒരു പാർട്ടി ആ സംസ്ഥാനത്ത് നിന്ന് തുടച്ചു മാറ്റി. ഇതാണ് സ്ഥിതി, ഇതാണ് ധാർമ്മിക ശക്തി. അപ്പൊ ഇത് എവിടെ നിന്ന് ഉണ്ടായെന്ന് ചോദിച്ചാൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഈ ഉപവാസം എന്ന് വെച്ചാൽ ഒരു ആൾ ഏതാനും ദിവസം ഭക്ഷണ പാചകം കിട്ടിച്ച് ഒരു 10 പോലെ നമ്മുടെയൊക്കെ പ്രസംഗിക്കുക അതല്ലേ. ഇതിന്റെ മുന്നിൽ ഒരു വലിയ ലക്ഷ്യം, അതിലേക്ക് ഒരു ശ്രമം, അതിന്റെ ഭാഗമായിട്ടാണ് ആ ബഹുമാനപ്പെട്ട കൈതക്കൂട്ടിലച്ഛൻ
ഇന്നിവിടെ സന്നദ്ധരായി വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ സാധു ഉദ്യമത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും വടക്കേക്കര അറ്റത്തിൽ വെളിയിൽ ഞാൻ പ്രതീക്ഷിച്ചു. അദ്ദേഹത്തോട് ഇനി അദ്ദേഹം വിളിക്കേണ്ട, ഇപ്പോൾ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടാവുക വിചാരിക്കും. അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ മേലധികാരികളായിട്ടുള്ള വന്ധ്യപിതാക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഞാൻ പറഞ്ഞത് കണക്കാക്കണ്ട. ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് മാത്രം നോക്കിയാൽ മതി. എന്നാൽ ഇത് കലാപത്തിലേക്ക് കൊണ്ടുപോകാൻ തല്ലി പിരിയാനും വളരെ എളുപ്പമാണ്. എല്ലാവരും കൂട്ടി വെപ്പിച്ച് കൊണ്ടുപോകാം എന്നത് അത്ര. ഇതിൽ ജയമോ തോൽവിയില്ല. ആരാരും തോൽവി, ആര് ജയിച്ചു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി. അനുരഞ്ജനത്തിൽ കൂടി ഈ പ്രശ്നം തീർക്കണം. ഈ വൈദികർക്ക് എതിരായിട്ടുള്ള പ്രതികാര നടപടികൾ അവസാനിപ്പിക്കും. ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനില്ല, അവർ മുഖ്യധാരയിൽ തന്നെ ഉണ്ട്. വിശ്വാസപരമായിട്ടുള്ള തർക്കങ്ങൾ ഇല്ലാതില്ല. ഇനിയും മാർട്ടിൻ ലൂതർമാരെ സൃഷ്ടിക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് 21ാം നൂറ്റാണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ക്രിസ്തീയ സമൂഹവും കത്തോലിക്ക സഭയും വെല്ലുവിളികൾ നേരിടുന്ന കാലമാണ്. കേരളത്തിൽ പോലും കേരള രാഷ്ട്രീയത്തിലും സമൂഹത്തിലും എല്ലാ മേഖലകളിലും ക്രൈസ്തവർ വലിയ വെല്ലുവിളി നിർവഹിക്കുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഇനി അനാവശ്യമായ പ്രതികാര നടപടികളിലേക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നത് ആർക്കും സുഖകരമായിരിക്കില്ല, ശുഭകരമായിരിക്കില്ല എന്ന കാര്യം മേജർ ആർച്ച് ബിഷപ്പ് മുതൽ കൂടുതൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ഈ സമരത്തിന്, ഈ ധാർമ്മിക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും